ഈ ട്രക്കുകളുടെ ഇടയിൽ എന്താണ് ഞാൻ നിൽക്കുന്നതെന്ന് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും. സാധാരണഗതിയിൽ ഞാൻ സെയിൽ ചെയ്യുന്ന കണ്ടെയ്നർ ഷിപ്പുകളിൽ വല്ലപ്പോഴും വിരലിലെണ്ണാവുന്ന അത്രയും JCB അല്ലെങ്കിൽ ട്രക്ക് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ നമ്മൾ പല വീഡിയോസിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ജോലിക്ക് കയറിയേക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കപ്പലിലാണ്. അപ്പോൾ ഈ കപ്പലിൻ്റെ വിശേഷങ്ങളും ഇതിലെന്തൊക്കെ സാധനങ്ങളാണ് ലോഡ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കപ്പൽ വൈകുന്നേരത്തോടു കൂടി ചൈനയിലെ യാന്തായ് തുറമുഖത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലതുവശം ചേർന്നാണ് കപ്പൽ അടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഞാൻ പിന്നീട് പറയാം. അങ്ങനെ മുന്നിലും പുറകിലുമുള്ള കയറ് വെച്ചിട്ട് കപ്പലിനെ തുറമുഖത്ത് കെട്ടി ഉറപ്പിച്ചു. കടലും ആകാശവും കണ്ടിട്ടുള്ള ക്ഷീണം തീർക്കാനാണെന്ന് തോന്നും അങ്ങ് മാറി. നല്ല ലൈറ്റിംഗ് ഒക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. കസ്റ്റംസ് ഇമിഗ്രേഷൻ ക്ലിയറൻസിന് ശേഷം കപ്പലിൻ്റെ ലോഡിങ് ഡിസ്ചാർജിങ് ഒക്കെ നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. അപ്പം ഈ ഒരു കപ്പലിൽ ഏറ്റവും പിറകിലായിട്ട് ഇതുപോലുള്ള വലിയൊരു സ്റ്റേൺ റാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പം അത് നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പം അതുവഴി ഒരു ഫോർക്ക് ലിഫ്റ്റ് എന്ന ചെറിയ വാഹനം കപ്പലിൽ വന്ന് ലോഡിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ തുറന്നു കൊടുത്ത ആ ഒരു സ്റ്റേൺ റാമ്പിലൂടെ വാഹനങ്ങളൊക്കെ പയ്യെ കപ്പലിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കപ്പലാണ്. അതായത് ഈ കപ്പൽ റോറോ കണ്ടെയ്നർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കപ്പലാണ്. സാധാരണ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാം കണ്ടെയ്നർ ഷിപ്പുകളായിരുന്നു. അതിൽ കണ്ടെയ്നർ മാത്രമാണ് നമ്മൾ ഗാൻഡ്രിയുടെ അല്ലെങ്കിൽ ക്രെയിൻ്റെ സഹായത്തോടെ ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റോറോ കണ്ടെയ്നർ ഷിപ്പിൽ നമുക്ക് കണ്ടെയ്നറും ലോഡ് ചെയ്യാം, അതോടൊപ്പം തന്നെ റോറോയും ലോഡ് ചെയ്യാം. റോറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ ഓൺ റോൾ ഓഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഉരുട്ടിക്കൊണ്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് ഓടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെ ഈ കപ്പലിൽ നേരിട്ട് ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ട്രക്കുകളൊക്കെ നേരത്തെ തുറന്ന സ്റ്റേൺ റാമ്പ് വഴി ഡ്രൈവർമാർ നേരെ ഓടിച്ചുകൊണ്ട് കപ്പലിലേക്ക് കയറി വരികയാണ്. അപ്പോൾ 6-7 ട്രക്ക് വന്നതിന് ശേഷം ആ ഡ്രൈവർമാരെ കൊണ്ടുപോകാൻ ഇതുപോലൊരു കാറ് വരും. അപ്പം ഈ ട്രക്ക് പാർക്ക് ചെയ്തതിന് ശേഷം ആ ഡ്രൈവർമാരെല്ലാം ആ കാറിൽ കയറി അടുത്ത വാഹനങ്ങൾ എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് കപ്പലിൻ്റെ പുറകുവശത്തിലെ ആ ഡെക്ക്, അപ്പർ ഡെക്ക് എന്ന് പറയും, ആ ഡെക്കിൽ 78 ട്രക്കുകളാണ് അവർ ലോഡ് ചെയ്തത്. അങ്ങോട്ട് പോകേണ്ട വഴികളിൽ പോലും അവർ വണ്ടികൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കപ്പലിലെ മെയിൻ ഡെക്കിൽ നടക്കുന്ന ലോഡിംഗ് ആണ്. ഇപ്പം നമ്മുടെ കപ്പലിൻ്റെ ഇടതുവശത്തായിട്ട് നീളത്തിലുള്ള വലിയ റോക്കറ്റ് പോലിരിക്കുന്ന സാധനങ്ങൾ റിഗുകളുടെയൊക്കെ ഡ്രില്ലിംഗ് യൂണിറ്റ്സ് ആണ്. അതാദ്യം ലോഡ് ചെയ്തു. അതിനുശേഷം നേരത്തെ നമ്മൾ കൊണ്ടുവന്ന ഒരു 9 കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഡിസ്ചാർജ് ചെയ്ത് പയ്യെ ട്രക്ക് ലോഡിങ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഓടിച്ചുകൊണ്ട് വരുന്ന ട്രക്കുകളൊക്കെ റിവേഴ്സ് ചെയ്തിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് പാർക്ക് ചെയ്യുന്നത്. നമ്മുടെ പാലാ മഹാറാണി തിയേറ്ററുകളിലൊക്കെ പണ്ട് പാർക്കിംഗ് സൗകര്യം ഇങ്ങനെയായിരുന്നു. ആദ്യം വന്ന ആൾക്കാർ റിവേഴ്സ് ചെയ്തിടും. അപ്പോൾ ആദ്യം വന്നവൻ സിനിമ കഴിഞ്ഞ് ഏറ്റവും അവസാനം പോകേണ്ട അവസ്ഥയാണ്. അതേ തത്വമാണ് ഇവിടെയും പാലിക്കപ്പെടുന്നത്. രാത്രി മുഴുവൻ ലോഡിങ് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പകലായി. അപ്പോൾ ഏകദേശം 50% ഡെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വീതിപ്പാടിന് 11 ട്രക്കുകളാണ് അവർ ലോഡ് ചെയ്യുന്നത്. ഇപ്പം ചൈനയിലെ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ലോഡിംഗ് ആണ്. ഒരു തരി സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ വണ്ടികൾ തമ്മിൽ മുട്ടിയില്ല എന്ന രീതിയിലാണ് അവർ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇടതുവശത്ത് ചെറിയൊരു കുട്ടി ടാങ്കർ കാണാം. അതിനെ സ്ലെഡ്ജ് ബാർജ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഇപ്പോൾ കപ്പൽ ഓടാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം ശുദ്ധീകരിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ശുദ്ധീകരിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വേസ്റ്റ് ഓയിൽ, അതിന് സ്ലെഡ്ജ് എന്നാണ് പറയുന്നത്, ആ ഒരു സംഭവം വരും. അപ്പോൾ അത് നമ്മളൊരു ടാങ്കിൽ ശേഖരിച്ച് വെക്കും. നമുക്ക് വെള്ളത്തിൽ കളയാനുള്ള അനുവാദമൊന്നുമില്ല. അപ്പം ആ ഒരു ടാങ്കൊക്കെ നിറയാറാകുമ്പോഴത്തേക്കും നമ്മൾ തുറമുഖത്ത് ഇതുപോലുള്ള സ്ലെഡ്ജ് ബാർജിനെ വിളിച്ചിട്ട് ഈ സംഭവങ്ങൾ അതിലോട്ട് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ലോഡിങ്ങിന് മുമ്പായിട്ട് എത്ര വാഹനങ്ങൾ ലോഡ് ചെയ്യും എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കപ്പലിൽ കിട്ടും. അത് ചീഫ് ഓഫീസർ ലോഡിക്കേറ്റർ എന്ന കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കിയതിന് ശേഷം എത്രമാത്രം വാഹനങ്ങൾ കപ്പലിൽ കയറ്റാൻ പറ്റും, അതുപോലെ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, കപ്പൽ പോകുന്ന സമയത്ത് ഈ വാഹനങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കില്ലേ എന്ന്. നമ്മുടെ തുറമുഖത്ത് കപ്പൽ വളരെ സുരക്ഷിതമാണ്. എന്നാൽ കടലിലേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും കാലാവസ്ഥ മോശമാകുന്നതോടുകൂടി കപ്പൽ ആടി ഉലയാറുണ്ട്. അപ്പം അങ്ങനെ ഈ ആടി ഉലയുമ്പോൾ ഈ കാണുന്ന വാഹനങ്ങളൊന്നും കേടുപാട് പറ്റാതിരിക്കാനായിട്ട് ഇതിനെ നല്ല രീതിയിൽ കപ്പലുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഓറഞ്ച് ബെൽറ്റുകളാണ് ഈ ഇടയിൽ കൂടെ കാണുന്നത്. അപ്പോൾ അവർ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ വാഹനങ്ങളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാക്സിമം സ്ഥലങ്ങളിൽ ലോഡ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലാണ് ഒരു വാഹനങ്ങൾ നല്ല രീതിയിൽ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ട്രക്കുകളൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിർദ്ദേശം കൊടുക്കാനായിട്ട് 2 പേരുണ്ട്. അപ്പം അവരുടെ കയ്യിൽ ചെറിയൊരു ലൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് വീസിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് ലോഡിങ്ങൊക്കെ തുറന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കപ്പലിന് 5 ഡെക്കുകളുണ്ട്. നേരത്തെ ആദ്യം ലോഡിങ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു അപ്പർ ഡെക്ക് 1, അതിനുശേഷമുള്ള ഈ മെയിൻ ഡെക്ക് 2, ഇതുകൂടാതെ 3 ഡെക്കുകൾ വേറെയുമുണ്ട്. അത് ഇതിൻ്റെ അടിവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ഒരു നമ്മളിപ്പം ലോഡിങ് കാണുന്നത് തുറസായ 2 ഡെക്കുകളാണ്. അതുകൂടാതെ 3 ഡെക്കുകളിൽ വേറെ വേറെ വാഹനങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഈ വാഹനങ്ങളെ തറയിൽ ഉറപ്പിച്ച് നിർത്താൻ ഉപയോഗിക്കുന്ന ബെൽറ്റുകൾക്ക് റാച്ചറ്റ് ബെൽറ്റ് എന്നാണ് പറയുന്നത്. 5 ടണ്ണ് കപ്പാസിറ്റിയുള്ള ബെൽറ്റുകളാണ് ഇത്. അപ്പോൾ വാഹനത്തിൻ്റെ താഴ്വശത്ത് നിന്ന് ഒരു അറ്റം കൊളുത്തിയതിന് ശേഷം മറ്റേ അറ്റം കപ്പലിലുള്ള സെക്യൂറിംഗ് പോയിൻറ്റ്സിൽ ഉറപ്പിച്ച് നിർത്തി ഈ ബെൽറ്റിൽ ടൈറ്റ് ചെയ്ത് നിർത്തി അങ്ങനെയാണ് കപ്പലുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. കാർഗോ വാച്ചിൻ്റെ സമയത്ത് കപ്പലിൻ്റെ 2nd ഓഫീസറും 3rd ഓഫീസറും 6 മണിക്കൂർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് ഏബിൾ ബോഡിഡ് സീമാനും, അതായത് ABയും ഒരു ഓർഡിനറി സീമാനും കാണും. അപ്പോൾ ഒരാളെപ്പോഴും ഗാങ് വേയിൽ ആൾക്കാർ വരുന്നതും പോകുന്നതൊക്കെ നോട്ട് ചെയ്ത് ഒരാൾ കാണും. ബാക്കി ഓഫീസറും മറ്റൊരാളും കൂടെ ഈ ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് പോയി ചെക്ക് ചെയ്യും. വാഹനങ്ങളൊക്കെ കയറ്റുന്ന സമയത്ത് മറ്റു വാഹനങ്ങളൊക്കെ തട്ടാനും അല്ലെങ്കിൽ കപ്പലിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ തട്ടി സ്ക്രാച്ച് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഗ്ലാസ്സൊക്കെ പൊട്ടാം. അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചൈനയിൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു ഡാമേജ് റിപ്പോർട്ട് ഒരു പേപ്പറിൽ ഈ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് കൊടുക്കും. അവരിൽ നിന്ന് ഒപ്പ് ശേഖരിക്കും. അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് അവിടെ വെച്ച് അവർ കാണുകയാണെങ്കിൽ അവർ ഡാമേജ് റിപ്പോർട്ട് കൊണ്ടുവരും. കപ്പലിലെ സ്റ്റാഫിന് അത് സൈൻ ചെയ്ത് കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച് നിൽക്കും. അപ്പോൾ സൈഡിലുള്ള വാഹനങ്ങളാണ് ഏറ്റവും നന്നായിട്ട് സെക്യൂർ ചെയ്യേണ്ടത്. അത് ചെയിൻ ലാഷിംഗ് ഉപയോഗിച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലോട്ട് പോകുന്ന അനുസരിച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ റാച്ചറ്റ് ബെൽറ്റ് വെച്ചിട്ട് മുന്നിലും പുറകിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കപ്പൽ പോകുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് ലൂസ് ആവുകയാണെങ്കിൽ അതിനെ ടൈറ്റ് ചെയ്യും. അപ്പോൾ ഈ ട്രക്കുകളുടെ ഇടയിലൂടെയൊക്കെ പോകാനുള്ള ഗ്യാപ്പൊക്കെ വളരെ കുറവാണ്. അതുപോലെയാണ് അവർ കുത്തി നിറച്ച് ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ കപ്പലിൻ്റെ തുറസായ 2 ഡെക്കുകളിലെ പോലെ തന്നെ ഉള്ളിലുള്ള ഡെക്കുകളിലെയും ലോഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പയ്യെ പുറകിലത്തെ ആ ഒരു സ്റ്റേൺ റാമ്പ് അത് അടയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേൺ റാമ്പ് തുറക്കുന്നതിൻ്റെ അടയ്ക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ കാണിക്കാം. ഇപ്പം നമ്മൾ ആ ഡോറെല്ലാം അടച്ചതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടഗ്ഗെല്ലാം വന്നു. നമ്മുടെ ഇടതുവശത്തായിട്ടൊരു കപ്പൽ അവിടെ അടുക്കുന്നത് കാണാം. അതും കാറുകളൊക്കെ കൊണ്ടുപോകുന്ന കപ്പലുകളാണ്. അതിന് PCC, അതായത് പ്യുവർ കാർ കാരിയർ എന്ന് പറയും. അതിൽ കാറുകൾ മാത്രമാണ് കയറുന്നത്. അപ്പം ആയിരക്കണക്കിന് കാറുകളായിരിക്കും അതിനുള്ളിൽ കയറ്റാൻ സാധിക്കാറുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു കപ്പലിൽ കാറും ട്രക്കും ലോറിയും JCBയും എന്ത് വേണമെങ്കിലും കയറ്റാം. അതുപോലെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു കപ്പലാണ് ഈ കപ്പൽ. അപ്പോൾ ആ കപ്പലിനെ 2 ടഗ്ഗുകൾ ചേർന്ന് അവിടെ അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ടഗ്ഗും പൈലറ്റൊക്കെ വന്നിട്ടുണ്ട്. കപ്പലിലെ ഡെക്ക് ക്രൂ മുന്നിലും പുറകിലൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അവരെല്ലാം റെഡി ആയപ്പോഴത്തേക്കും പൈലറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ കൊടുത്ത ആ ഒരു കയറ് നമ്മൾ കപ്പലിൽ നിന്ന് അയച്ച് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ മൂറിങ് ഗ്യാങ് ആൾക്കാർ ഈ കയറ് ആ ഒരു ബൊലാഡിൽ നിന്ന് അഴിച്ചു മാറ്റി വെള്ളത്തിലോട്ടിട്ടു. ഇപ്പോൾ നമ്മുടെ വിഞ്ച് ഉപയോഗിച്ച് അത് വലിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പം ടഗ്ഗിൻ്റെ സഹായത്തോടെ കപ്പലിനെ തുറമുഖത്ത് നിന്ന് വലിച്ചു മാറ്റി നമ്മൾ കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ടത് സൗദിയിലേക്കാണ്. 3 ആഴ്ച സമയമെടുക്കും ചൈനയിൽ നിന്ന് സൗദി വരെ എത്താൻ. മൊത്തത്തിൽ തുറസായ ഡെക്കിൽ 343 ട്രക്കുകളാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇടതുവശത്ത് ബൾക്ക് കാരിയർ കപ്പലുകളിലെ ലോഡിംഗ് ഡിസ്ചാർജിങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തുറമുഖത്തിൻ്റെ വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിനെ വലിച്ച് പുറത്തേക്ക് അടിച്ചതിന് ശേഷം ടഗ്ഗിനെ ബന്ധിപ്പിച്ചേക്കുന്ന കയർ നമ്മൾ അഴിച്ചു കൊടുത്തു. ടഗ്ഗ് അവരുടെ പാട്ടിന് പോയി. ഇടതുവശത്തും വലതുവശത്തും ഒക്കെ ആയിട്ടുള്ള ബോയി വെച്ചിട്ടുള്ള ഒരു ചാനലിൻ്റെ നടുക്കൂടെയാണ് കപ്പൽ പോകുന്നത്. നമുക്ക് തോന്നുന്ന രീതിയിൽ ഉള്ള സ്ഥലത്തൂടെ പോകാൻ പറ്റത്തില്ല. ഈ ചാനലിൻ്റെ നടുക്കൂടെ മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ചാനലിൻ്റെ വെളിയിലേക്ക് ആ ബോയി വെച്ചിരിക്കുന്നതിൻ്റെ ഭാഗത്തിൻ്റെ വെളിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കപ്പലിൻ്റെ അടി തട്ടും. ആഴമുള്ള ഭാഗങ്ങളൊക്കെ ചാർട്ടിൽ നോക്കി കപ്പൽ സൂക്ഷിച്ച് അടുത്ത തുറമുഖം ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.